Hi everyone, welcome back to Lalita's Food and Craft. Happy Independence and Republic Day to all my viewers. ഡയറ്റ് നോക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ഫ്രീ ഡയറ്റ് പുട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാഞ്ചി ഫുഡ് ആൻഡ് സ്പൈസസിൻ്റെ ലിറ്റിൽ മില്ലറ്റിൻ്റെ പുട്ടുപൊടി കൊണ്ടാണ് നമ്മൾ ഈ പുട്ട് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അരക്കപ്പ് മില്ലറ്റ് പുട്ടുപൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തും ആകുന്നതിന് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാധാരണ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കുക, മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ചെയ്യാവുന്നതാണ്. നനയ്ക്കാൻ ഒരു പ്രയാസമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് നനച്ചെടുക്കാം. നന്നായി നനച്ചെടുത്ത പൊടി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായി വന്നത്. ഇനിയും നമുക്ക് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ചീരയില, കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് 2-3 പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചീരയിലയ്ക്ക് പകരം നമുക്ക് ചീരത്തോരനോ മുരിങ്ങയില തോരനോ അതുപോലെ തന്നെ ബ്രോക്കോളി ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് സവാള നമുക്ക് ക്യാരറ്റിൽ ചേർത്ത് യോജിപ്പിക്കാം. ശേഷം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് യോജിപ്പിക്കാം. ശേഷം ബാക്കിയുള്ള സവാള, ഇഞ്ചിയും പച്ചമുളകും ചീരയിലയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. സവാളയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ്. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനിയും പുട്ടുകുറ്റിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏറ്റവും അടിയിൽ ക്യാരറ്റ് മിക്സ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിന് മുകളിലായിട്ട് തേങ്ങയും പിന്നെ നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന മില്ലറ്റ് പുട്ടുപൊടിയും ചേർത്ത് കൊടുക്കാം. ശേഷം പുട്ടുപൊടിയുടെ മുകളിൽ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പുട്ടുകുറ്റി നിറച്ച് അടച്ച് വെക്കാം. പുട്ടുകുടത്തിൽ വെള്ളം നിറച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാം. വെള്ളം തിളച്ച് ആവി വരുമ്പോൾ പുട്ടുകുറ്റി അതിൽ വെച്ച് പുട്ട് വേവിച്ചെടുക്കാം. പുട്ടുകുറ്റിയുടെ മുകളിലുള്ള എല്ലാ ഹോളിൽ കൂടെയും ആവി വന്ന് പുട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കറിയൊന്നുമില്ലാതെ തന്നെ ഈ പുട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. കടലക്കറിയോ ഇറച്ചിക്കറിയോ മീൻകറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ ഈ പുട്ട് ഒന്നാം തരമാണ്. ഈ ഡയബറ്റിക് ഫ്രീ ഹെൽത്തി ഡയറ്റ് പുട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.